പ്രിയമുള്ളവരെ, മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ 44ഓളം വരുന്ന ഹരിതകർമ്മ സേനത്തിൻ്റെ യോഗം വിളിച്ചു ചേർക്കുകയും അവരുമായി ഒരുപാട് സമയം നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട്, പ്ലാസ്റ്റിക് ശേഖരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്ന പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരെ ഒറ്റപ്പെടുത്തേണ്ടവരല്ല, അവരെ ഒരുമിച്ച് കൂട്ടേണ്ട ആളുകളാണ് നമ്മൾ. പല ആളുകളും വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഫീസ് നൽകുന്നില്ല എന്നത് വലിയൊരു പരാതിയാണ്. അതുപോലെ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് അവർക്ക് സേവനം നൽകേണ്ട ആവശ്യമുള്ളൂ. മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്നതിനാണ് 50 രൂപ വാങ്ങുന്നത്. അതുപോലെ ഞങ്ങളുടെ വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരെയൊക്കെ 44 പേരാണ് അവരുള്ളത്. 24 വാർഡിലായി 44 പേരാണുള്ളത്. പലരും ഒന്നിൽ കൂടുതൽ വാർഡുകളിൽ ജോലിയെടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത മനസ്സിലാക്കിയപ്പോൾ അവർക്ക് പലരും SSLC അല്ല. പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അവരൊക്കെ SSLC പാസ്സാക്കുക എന്നതാണ്. അവർ നമ്മളെ കൂടെ നിൽക്കേണ്ട തൊഴിലാളിയാണ്. അതുകൊണ്ട് അവരെ മുഴുവൻ ആളുകളെയും SSLC ഈ 2026-27 വർഷത്തിൽ അവരൊക്കെ SSLC എഴുതുന്ന വിദ്യാർത്ഥികളാക്കി അവരെ SSLC പാസ്സാക്കുക എന്നതാണ്. മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഹരിതകർമ്മ സേനയ്ക്ക് കളക്ഷൻ ലഭിക്കുന്നത് ബൊപ്പായി തൊട്ടി വാർഡിൽ നിന്നാണ്. മറ്റു ചില വാർഡുകളിലൊക്കെ ആളുകൾ സഹകരിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവരെ കൂടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ വീടുകളിൽ കയറി അവർ തൊട്ടകൾ ശേഖരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ പോകും. നല്ല രീതിയിൽ കളക്ഷൻ ചെയ്യുന്ന, ജോലിയെടുക്കുന്ന ആളുകളുടെ കൂടെ അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ അവരുടെ സേവനം ഒന്നും കൂടി ശക്തിപ്പെടുത്താനും അവരെ സമൂഹത്തിൽ എല്ലാവരും അവരെ ചേർത്ത് പിടിക്കേണ്ടവരാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളോട് പറയാനുള്ളത്, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും ഭാഗമാകണം, അവരെ ശക്തിപ്പെടുത്തണം, അവരുടെ കൂടെ നിൽക്കണമെന്നും നിങ്ങളുടെ സ്വന്തം മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ റഹ്മാൻ.